ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം. ഓണാഘോഷം പൊടിപൊടിക്കാൻ അന്നയും നിങ്ങളോടൊപ്പം. മെഗാ പ്രൈസ് 3 സ്വർണ്ണ നാണയം. കൂടാതെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, വാട്ടർ ഹീറ്റർ, ടിവി, മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം. അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ്, കാനറ ബാങ്കിന് എതിർവശം, ചേലക്കര. ഹൃദയ സംബന്ധമായ അസുഖത്തിന് അടിയന്തര ശസ്ത്രക്രിയയ്ക്കുള്ള സഹായം തേടുകയാണ് ദേശമംഗലം ഉളിക്കുന്ന് കോളനിയിലെ 15 വയസ്സുള്ള വിനീത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഹൃദയ സംബന്ധമായ അസുഖം മൂലം വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുഴഞ്ഞു വീണു മരിച്ച വിനീതയുടെ സഹോദരനാണ്. ഈ കുടുംബത്തെ വേട്ടയാടുന്ന ദുർവിധിയിലും സുമനസുകളുടെ കാരുണ്യം തേടുകയാണ് ഈ കുടുംബം. 15 വയസ്സുകാരന്റെ ഹൃദയ സംബന്ധമായ അസുഖത്തിൽ അടിയന്തര ചികിത്സാ ധനസഹായം തേടുകയാണ് ദേശമംഗലത്തെ ഗ്രാമവാസികൾ. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി ഉണിക്കുന്ന് കോളനിയിൽ തമിഴ്നാട് സ്വദേശികളായ മുരളി, ആരായി ദമ്പതികളുടെ 2 മക്കളിൽ ഇളയ മകൾ വിനീത 2 ആഴ്ച മുമ്പാണ് സ്കൂളിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടത്. മകളുടെ വേർപാടിന്റെ വേദന വിട്ടുമാറുന്നതിന് മുമ്പ് മകനായ വിനീതിന് ഹൃദയ സംബന്ധമായ അസുഖത്താൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. മധുര മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലുള്ള വിനീതിന് വേണ്ടി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ചികിത്സയ്ക്ക് ആവശ്യമായ 3 ലക്ഷം രൂപ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. വാർഡ് മെമ്പർ KA ഇബ്രാഹിം ചെയർമാനായും വാർഡ് മെമ്പർമാരായ മധു MP കൺവീനറായി, രാജൻ CP ട്രഷററായും, വൈസ് ചെയർമാനായി കൃഷ്ണൻ, ജോയിന്റ് കൺവീനറായി ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരികളായി PS ലക്ഷ്മണൻ, ശ്രീജ ആറങ്ങോട്, അബ്ദുൽ അസീസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സുമനസുകളുടെ സഹായ സഹകരണത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് പണം കൈമാറണമെന്ന് കുടുംബം അഭ്യർത്ഥിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ തലശ്ശേരി 13-ാം വാർഡിൽ ഉണിക്കുന്ന് കോളനിയിലെ മുരളി, ആരായി ദമ്പതികളുടെ മകനായ വിനീത് 15 വയസ്സ് ഹൃദയ ശസ്ത്രക്രിയയുമായി മധുരയിലുള്ള ഒരു ഹോസ്പിറ്റൽ നിലവിൽ ചികിത്സയിലാണ്. ആ കുടുംബത്തെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ചകൾക്ക് മുമ്പാണ് അവരുടെ മറ്റൊരു മകൾ ഈ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞത്. അതിന്റെ ഒരു വേദനയിലും പ്രയാസത്തിലും ഇരിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് മറ്റൊരു തീരാവേദനയായി ഈ കുട്ടിയുടെ അസുഖവുമായി ബുദ്ധിമുട്ടുന്നത്. നിലവിൽ നമുക്കൊക്കെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുടുംബത്തിൽ 2 ആഴ്ച മുമ്പ് ഒരു കുട്ടി മരിക്കുന്നു. അത് വളരെ വളരെ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക ചെയ്യുന്നത്. ഇപ്പോ വീണ്ടും ആ കുട്ടിയുടെ ഏട്ടന് 15 വയസ്സായിട്ടുള്ളൂ. ഓടിച്ചാടി നടക്കുന്ന പ്രായമാണ്. ആ സമയത്താണ് ഇപ്പോൾ വീണ്ടും ഹോസ്പിറ്റലാകുന്നത്. വീട്ടുകാരുടെ വിഷമം നമുക്കൊക്കെ അറിയാവുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കൂടുന്നത്. നാളെ എല്ലാം എന്ത് വേണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ സ്ത്രീകളടക്കമുള്ള ആൾക്കാരൊക്കെ വരുന്നത്. അപ്പോൾ പരമാവധി ഈ കുട്ടിയെ, ഈ കുടുംബത്തെ സഹായിക്കുകയും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ആറായി മുരളി ദമ്പതികളുടെ 15 വയസ്സ് മാത്രം പ്രായമുള്ള വിനീത് എന്ന കുട്ടി ഹൃദയത്തിന്റെ വാൽവിന്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ഇപ്പോൾ മധുരയിലെ മീനാക്ഷി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഏകദേശം 3 ലക്ഷം രൂപയോളം വേണം ഈ കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായിട്ട്. അതിന്റെ ഭാഗമായി ഇന്നിവിടെ ഒരു കമ്മിറ്റി ചേർന്നു. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വാർഡ് മെമ്പർ ശ്രീ ഇബ്രാഹിമിനെ ചെയർമാനായിട്ടും മധു MP കൺവീനറായും, ട്രഷറായിട്ട് രാജൻ CPയും, വൈസ് ചെയർമാനായിട്ട് കൃഷ്ണൻ, ജോയിന്റ് കൺവീനറായിട്ട് ഉണ്ണിക്കുട്ടൻ, രക്ഷാധികാരികളായിട്ട് വാർഡ് മെമ്പർ ശ്രീ ലക്ഷ്മണൻ, ശ്രീജ, അസിക്ക തുടങ്ങിയ ഇവിടെ പങ്കെടുത്ത ഏകദേശം 70ഓളം വരുന്ന കമ്മിറ്റിക്ക് എതിരുണ്ടായി. അപ്പോൾ ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ എല്ലാ സ്നേഹമതിയായിട്ടുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ഇതൊരു അഭ്യർത്ഥനയെ കണ്ടുകൊണ്ട് ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി എത്രയും വേഗം തന്നെ ഈ കുട്ടിക്ക് ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തേണ്ടതുണ്ട്. എല്ലാവരും അത് അവനാൽ കഴിയുന്ന സംഖ്യ ഇതിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് CCV.